മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് സിലോൺ ശ്രീലങ്ക സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. കുറേ പ്രഭാഷണ പരമ്പരകൾ അവിടെ നടത്തി. ഏതാണ്ട് ശാന്തമായിക്കൊണ്ടിരിക്കുന്ന ശ്രീലങ്ക LTTE പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുന്ന ശ്രീലങ്ക, തമിഴരും സിംഹളരുമെല്ലാം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്ന ശ്രീലങ്ക, ഇന്ത്യ ഗവൺമെന്റ് പുതിയ പ്രസിഡന്റ് വന്നതോടുകൂടി കുറെ കൂടി ശ്രീലങ്കയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിരിക്കുന്ന ശ്രീലങ്ക, ചൈന ബുദ്ധമത രാജ്യമായതുകൊണ്ട് ചൈനയോട് ബുദ്ധമത രാജ്യമായ ശ്രീലങ്കയ്ക്കുള്ള അഗാധമായ ബന്ധം ശക്തമായിട്ട് അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ശ്രീലങ്കയിലെ പല ഭാഗങ്ങളിലും ഇപ്പൊ ഭൂരിപക്ഷം ചൈനക്കാരാണ് താമസിക്കുന്നത്. ശ്രീലങ്കയിലെ അനവധി കെട്ടിടങ്ങളും അനവധി ഹോട്ടലുകളും അനവധി വൻ വ്യവസായങ്ങളും ചൈനക്കാരുടേതാണ്. ശ്രീലങ്ക ഏതാണ്ട് പൂർണ്ണമായും ചൈനയുടെ കീഴിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെന്റിന് ഭാഗ്യവശാൽ ശ്രീലങ്കയുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ഒരു പുതിയ പ്രസിഡന്റ് അവിടെ ഉണ്ടായി. തമാശനാണ് അടുത്ത വരി ഞാൻ പറയാൻ പോകുന്നത്. ജ്യോതിഷം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഇവിടെ ആ പ്രയോജനമുണ്ട്. രാജപാക്സെ എന്ന് പറയുന്ന കഴിഞ്ഞ പ്രസിഡന്റ് അതിശക്തനായിരുന്നു, നല്ല മനുഷ്യനാണ്. LTTEയെയും തീവ്രവാദത്തെയും അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തി ശ്രീലങ്ക ശാന്തമാക്കിയ കഴിവുറ്റ ഭരണാധികാരി. ആര് സമ്മതിച്ചു? അദ്ദേഹം നിർഭാഗ്യവശാൽ ഭാരത സർക്കാരിനോട് വലിയ താല്പര്യമുള്ളവനായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം LTTEക്ക് ഇൻഡയറക്ട്ലി സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന്. മാത്രമല്ല ഇന്ത്യ ഒരു ഹിന്ദു മെജോറിറ്റി രാജ്യമാണ്. ചൈനയാകട്ടെ പ്യൂർലി ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായ സ്ഥിതിക്ക് അവനവന്റെ മതവുമായി ബന്ധമുള്ള രാജ്യത്തോടടുക്കാൻ ശ്രീലങ്കയ്ക്ക് ഏറ്റവും താല്പര്യമുണ്ടെന്നറിഞ്ഞു. ഞാൻ സാധാരണഗതിയിൽ പറയാറുണ്ട് ലോകത്തിലെ 8 ബുദ്ധമത രാജ്യങ്ങളുണ്ടെന്ന്. അതിന്നലെ ഞാൻ അറിഞ്ഞു, തെറ്റാണ് ഞാൻ പറഞ്ഞത്. വലിയ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളും അതിവികസിത രാഷ്ട്രങ്ങളും ഉൾപ്പെടെ 17 ബുദ്ധ രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. ആ 17 ബുദ്ധിസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ശ്രീലങ്ക നല്ല രീതിയിൽ ബന്ധം അങ്ങ് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ശ്രീലങ്ക വികസിക്കാൻ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട്, നല്ല നിയമവാക്യമുണ്ട്. പക്ഷേ പൊളിറ്റിക്സ് ഒരു പരിധി കഴിയുമ്പോ സ്പോയിൽസ് ദി മാൻ എന്ന് പറയാറുണ്ട്. പവർ സ്പോയിൽസ് ദി മാൻ എന്ന് പറയാറുണ്ട്. അബ്സല്യൂട്ട് പവർ അബ്സല്യൂട്ട്ലി സ്പോയിൽസ്. അങ്ങനെ അധികാരം കയറി ശ്രീലങ്ക നോർമൽ വന്നു. എല്ലാവരും രാജപാക്സയെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അധികാരം മുഴുവനും കയ്യിലെടുത്ത് പറ്റാവുന്ന അത്രയും ബ്രൈബ്, 40% വരെ കോൺട്രാക്ട് വർക്കിന് ബ്രൈബ് മേടിച്ച് ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് ഏറ്റവും ആകൃഷ്ടനായ പ്രസിഡന്റ് അനാകൃഷ്ടനാവാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യക്കാർക്ക് വലിയൊരു ഭയം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. സിംഹളന്മാരും തമിഴരായ ഇന്ത്യക്കാരും മലയാളികളും ഒരേ അമ്പലത്തിലേക്ക് ഇപ്പൊ പോവാറുണ്ട്. എങ്കിലും ചിലപ്പോ സിംഹളീസ് ഹിന്ദുക്കളുടെ അമ്പലം തകർക്കാറുണ്ട്. ഇടയ്ക്ക് ചില സ്ഥലത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. പണ്ടത്തെ പോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഇന്ത്യക്കാരുടെ മനസ്സിനകത്ത് ഒരു തീയായി ഈ രാജപാക്സെ ഇതേപോലെ പോവാണെങ്കിൽ എത്ര പതിറ്റാണ്ട് ഭരിക്കും? അപ്പൊ അവരുടെ അവസ്ഥ എന്താവും? സിംഹള ഭൂരിപക്ഷമുള്ള സിലോൺ അഥവാ ശ്രീലങ്ക, അതിൽ ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താവും?
ഞാൻ കുറച്ചു മുമ്പൊന്ന് സൂചിപ്പിക്കേണ്ടായി ജ്യോതിഷത്തിന്റെ പ്രയോജനം എന്താണെന്ന്. രാജപാക്സെ ഏറ്റവും അധികം ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചത് കൊണ്ടോ ചോദിക്കാതെയോ ജ്യോത്സ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് 2 വർഷം പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ കാലാവധി ഉണ്ടെങ്കിലും ഇപ്പൊ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് നിങ്ങളുടെ കസേര ഉറപ്പാണെന്നൊരു 10 പ്രാവശ്യം ആണയിട്ട് പറഞ്ഞു ജ്യോത്സ്യൻ. അത് കേട്ട് 2 വർഷവും കൂടി കസേരയിൽ ഇരിക്കുന്നതിന് പകരം 10 വർഷത്തേക്ക് നീട്ടിക്കിട്ടാൻ അദ്ദേഹം ഇലക്ഷൻ നടത്തി. അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് നേരെ പാർട്ടിയിൽ നിന്ന് സ്പ്ലിറ്റായി. സിംഹള വോട്ട് 2ആയിട്ട് നേർപകുതിയായി. മൈനോറിറ്റിയായ ഇന്ത്യക്കാരും തമിഴരും ഇപ്പോഴത്തെ പ്രസിഡന്റ് വോട്ട് ചെയ്തു. അങ്ങനെ രാജപാക്സെ അധികാരത്തിൽ നിന്ന് മാറി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാവാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യക്കാരോട് ഭരണാധികാരികൾക്ക് എതിർപ്പൊന്നുമില്ല. ചൈനയോടുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയാറുണ്ട്, ദൂരെ ഉള്ള സുഹൃത്തിനേക്കാളും അടുത്തുള്ള സുഹൃത്താണ് ഏറ്റവും നല്ലത്. അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ദൂരെയുള്ള ബന്ധുവിനേക്കാളും അടുത്തുള്ള സുഹൃത്താണ് നല്ലത്, ഇന്ത്യയാണ് നല്ലതെന്ന് പരോക്ഷമായിട്ട് പറയേണ്ടായി. ഇന്നോ നാളെയോ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെയും സന്ദർശിക്കാൻ പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാൻ സാധിച്ചില്ല എങ്കിൽ ചൈനയിലെ മുങ്ങിക്കപ്പലുകൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വൈര്യവിഹാരം നടത്താൻ പറ്റുന്ന രീതിയിൽ 500 ഹെക്ടാർ പോർട്ട് ഉണ്ടാക്കാൻ $3 ബില്യൺ പ്രോജക്റ്റ് ചൈനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് ശ്രീലങ്ക ചൈനയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ജ്യോത്സ്യൻ, എനിക്ക് തോന്നുന്നു എൻ്റെ ഭാഷയിൽ ഒരു ജ്യോത്സ്യൻ ഈ ബന്ധം ദൃഢമാക്കാൻ ഉപയോഗിച്ച വഴിയല്ല. ജ്യോത്സ്യൻ സത്യം പറഞ്ഞു, അത് ഇയാൾക്കത് അസത്യമായിട്ട് തീർന്നു. ഇതിങ്ങനെ സംഭവിച്ചു. ഏതായാലും ശ്രീലങ്ക ഇന്ന് ഹിന്ദുക്കള് സ്വൈര്യമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ്. സിംഹളരും സ്വൈര്യമായിട്ട് ജീവിക്കുന്നു. സിംഹളരും ഹിന്ദുക്കളും ഒരേ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഹിന്ദുക്കൾ ബുദ്ധക്ഷേത്രത്തിലേക്ക് ധാരാളമായിട്ട് പോകാറുണ്ട്. ശ്രീലങ്കയിലെ കൊളംബോയിൽ എല്ലായിടത്തും അസാമാന്യമാം വിധം സൗന്ദര്യത്തോടു കൂടിയ ബുദ്ധന്റെ പ്രതിമ കണ്ടു. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഭയാനകമായിട്ടുള്ള വേറൊരു വാർത്ത കൂടി കേട്ടു കണ്ടു. ഓരോ സിംഹളയെയും തമിഴനെയും കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലെ സിലോണിലെ ക്രിസ്ത്യാനികളെ കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചതിയും വഞ്ചനയും ഉപയോഗിച്ച് സിലോണിനെ അഥവാ ശ്രീലങ്കയെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റാൻ കോടാനകോടി പ്രോജക്റ്റ് 69 രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികളും ഈ കൺവെർഷന്റെ കൂട്ടത്തിൽ ഉണ്ടാവും അറിയാമല്ലോ. പോപ്പിനെ പോലും കൺവെർട്ട് ചെയ്യാൻ പറ്റിയ പാർട്ടീസാ കേരളത്തിലെ ക്രിസ്ത്യാനികളുള്ളത്. അവരും അവർക്ക് സാധിക്കുന്നതെല്ലാം അവിടെ ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിച്ചു. ഏതായാലും കൊളംബോയിലെ അനുഭവം വളരെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. കുറേ ക്ലാസ് എടുത്തു. കൊളംബോ യൂണിവേഴ്സിറ്റികളിൽ, സ്കൂളുകളിൽ, ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഓഫീസിൽ ക്ലാസ് എടുത്തു. വളരെ വളരെ നല്ല ഒരു അനുഭവത്തിന്റെ പരമ്പരയായിരുന്നു. മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ പ്രഭാഷണങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് മലയാളികളോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇവിടെ എൻ്റെ എല്ലാ പ്രഭാഷണവും അറേഞ്ച് ചെയ്തത് ശ്രീലങ്കക്കാരാണ്. ശ്രീലങ്കക്കാർക്ക് വേണ്ടി ശ്രീലങ്കക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ, ശ്രീലങ്കൻ യൂണിവേഴ്സിറ്റിയിൽ, ശ്രീലങ്കൻ സ്കൂളുകളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 5 പ്രോഗ്രാം വീതം എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. മുഴുവനും കോർഡിനേറ്റ് ചെയ്ത മിസ്റ്റർ വ്യാസ് എന്ന് പറയുന്ന ഒരു തമിഴനാണ്. പിന്നെ ധാരാളം പേര് ഒരുമിച്ച് നിന്നിരുന്നു. ധന്യമായ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ഇതായിരുന്നു കാരണമെന്ന് അറിയിക്കാനും കൂടിയാണ്. നമസ്കാരം, പ്രണാമം.